ഇതിലിപ്പോൾ ഇന്നലെയൊക്കെ നമ്മൾ കേട്ട വാർത്തയ്ക്ക് പിന്നാലെ വന്നത് ഇതിലൊരു അപ്പീൽ നൽകിയിട്ടുണ്ട് വിനേഷ് എന്നുള്ളതാണ്. അത് രാജ്യാന്തര കായിക കോടതിയിൽ നൽകിയിട്ടുണ്ട്. തനിക്ക് വെള്ളി മെഡൽ നൽകണം, അതിനുള്ള അർഹതയുണ്ട് എന്ന തരത്തിലേക്ക്. അപ്പോൾ അതിലൊരു തീരുമാനം ഇന്നുണ്ടാകുമെന്നാണ് നമ്മൾ കരുതിയത്. തീരുമാനമുണ്ടാകുമെന്ന് പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞു പോയി. ഇപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ? അതായത് ഇന്ന് തീരുമാനം വരുമെന്നാണ് നമ്മൾ വലിയ രീതിയിൽ പ്രതീക്ഷിച്ചിരുന്നത്. ആദ്യം പറഞ്ഞിരുന്ന ഒരു സമയം 11 മണി എന്നൊക്കെ തന്നെയായിരുന്നു. പക്ഷേ അതുണ്ടായിട്ടില്ല. ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റ് പ്രകാരം 5:30-ക്ക് ഒരുപക്ഷേ ഒരു ഇടക്കാല വിധി ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതും വളരെ വിദൂരമായ ഒരു സാധ്യതയാണുള്ളത്. ഇതിനകത്ത് 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഈ അപ്പീൽ നൽകിയത് IOA അല്ല, പകരം വിനേഷ് സ്വന്തമാകുന്ന തരത്തിലാണ്. 2 തരത്തിലാണ് അപ്പീൽ നൽകാനാവുക. ഒന്ന്, IOAക്ക് നേരിട്ട് സമർപ്പിക്കാനാവും. 2, താരത്തിന് ഏതാണോ പരാതിയുള്ള താരം ആ താരത്തിന് നേരിട്ട് സമർപ്പിക്കാം എന്നുള്ളത്. ആ താരത്തിന് വേണ്ടി ഇപ്പോൾ ഫ്രാൻസിലെ ബാർ കൗൺസിലിൽ നിന്നുള്ള 4 അഭിഭാഷകർ ചേർന്നാണ് ഈ പരാതി സമർപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പരാതി ഇന്നലെ തന്നെ സ്വീകരിച്ചതാണ്, അപ്പീൽ സ്വീകരിച്ചതാണ്. ഇതിൽ 2 കാര്യങ്ങളാണ് വിനേഷ് ആവശ്യപ്പെട്ടത്. ആദ്യത്തെ ആവശ്യം ഈ മത്സരം ഫൈനൽ നിർത്തിവെപ്പിക്കണം എന്നുള്ളതായിരുന്നു, അത് റദ്ദാക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ അപ്പോൾ തന്നെ കോടതി പറഞ്ഞത് അത് അംഗീകരിക്കാനാവില്ല, ഫൈനൽ മത്സരം യഥാസമയം തന്നെ നടത്തും എന്നുള്ളതാണ്. അതിന് പ്രകാരം ഫൈനൽ നടക്കുകയും അമേരിക്കൻ താരം വിജയായി മാറുകയും ചെയ്തു. ഇപ്പോൾ രണ്ടാമത്തെ ആവശ്യമുണ്ടായിരുന്നത് ഇനി തന്നെ സിൽവർ മെഡൽ താൻ ഒരുപക്ഷെ ആദ്യം വെയിറ്റ് പരിശോധിച്ചപ്പോൾ താൻ യോഗ്യയായിരുന്നു. രണ്ടാം ഫൈനലിന് മുന്നോടി മാത്രമാണ് ഈ വെയിറ്റിൻ്റെ പ്രശ്നം വന്നത്. അതുകൊണ്ട് വെള്ളി മെഡൽ തനിക്ക് കൂടി നൽകണം എന്നുള്ളതാണ്. ഇപ്പോൾ ഫൈനൽ മത്സരിച്ച തോറ്റ താരത്തിന് വെള്ളി മെഡലുണ്ട്. അതോടൊപ്പം തന്നെ തനിക്കും കൂടി വെള്ളി നൽകണമെന്ന് അക്കാര്യത്തിലാണ് ഇപ്പോൾ തർക്കം നടക്കുന്നത്. ഇക്കാര്യത്തിൽ നോട്ടീസ് അയച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. IOAയ്ക്കും ഒപ്പം തന്നെ അന്താരാഷ്ട്ര ഗുസ്തി ഫെഡറേഷനും നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഈ നോട്ടീസിൽ ഇനി ഇരു കൂട്ടരുടെയും വാദം കേൾക്കും. ഇന്ന് തന്നെ വിനേഷിൻ്റെ വാദം, അതായത് വിനേഷിന് വേണ്ടി വിനേഷിൻ്റെ വാദങ്ങൾ അഭിഭാഷകരായിരിക്കും അറിയിക്കുക. ആ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കും. പിന്നീട് അന്താരാഷ്ട്ര ഗുസ്തി ഫെഡറേഷൻ അവർ കൂടി അവരുടെ തീരുമാനം അറിയിക്കും. ഇന്ന് തന്നെ ഒരു ഇടക്കാല വിധി ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ പറയുന്ന കാര്യം, പാരീസിലുള്ള മാധ്യമപ്രവർത്തകർ പറയുന്ന കാര്യം, ഒരുപക്ഷെ ഇത് ദിവസങ്ങളോളം നീണ്ടുപോയേക്കാം എന്നുള്ള ഒരു ക്ലോസ് കൂടിയുണ്ട്. അതായത് ഇത് ഇന്ന് തന്നെ വിധി പറഞ്ഞോളണം എന്നുള്ള ഒരു എമർജൻസി ആവശ്യമൊന്നുമില്ല. എമർജൻസി ആവശ്യം ഉണ്ടായിരുന്നത് ആദ്യത്തെ ക്ലോസിലായിരുന്നു. അതായത് ഫൈനൽ നിർത്തിവെക്കണം എന്ന കാര്യമായിരുന്നെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ എത്രയും വേഗം തീരുമാനമെടുക്കണമായിരുന്നു. പക്ഷേ അതുണ്ടായിട്ടില്ല. എന്തായാലും ഈ രണ്ടാമത്തെ ക്ലോസിലേക്ക്, അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്, സെക്കൻഡ് പാർട്ടിൻ്റെ കാര്യത്തിൽ ഒരുപക്ഷെ ദിവസങ്ങളോളം തീരുമാനം എടുക്കാൻ വേണ്ടി വരും എന്നുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് ശ്രീ സനൽ പി തോമസ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തിൽ എന്താണ് പ്രതീക്ഷ വെച്ച് പുലർത്തേണ്ടത്? ഇതിലെന്തെങ്കിലും തരത്തിൽ പോസിറ്റീവായി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഇല്ല എന്ന് തന്നെയാണ് ഇതേക്കുറിച്ച് അറിവുള്ളവരൊക്കെ പറയുന്നത്. പക്ഷേ നേരിയ പ്രതീക്ഷയ്ക്കെങ്കിലും വകയുണ്ടോ? ഈ കോർട്ട് ഓഫ് ആർബിട്രേഷൻ ഫോർ സ്പോർട്സ് എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡിലെ ലൊസാൻ ആസ്ഥാനമായിട്ടുള്ള, അതായത് IOCയുടെ ആസ്ഥാനം തന്നെയാണ് ഇതും. ആസ്ഥാനം ഒരു സ്ഥലത്ത് തന്നെയാണ്, ലൊസാനിൽ തന്നെയാണ് രണ്ടും. ആസ്ഥാനമായിട്ടുള്ള ആണ് കോടതി, അന്താരാഷ്ട്ര കോടതി സ്പോർട്സിന് വേണ്ടിയിട്ടുള്ള. അവിടെ സാധാരണഗതിയിൽ ഒരു റൂൾ ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമില്ല. ഡോപ്പിൻ്റെയൊക്കെ കേസൊക്കെ ആണെങ്കിലും അതുപോലെ സമയങ്ങൾ എടുക്കാറുണ്ട്. ഇപ്പം നമ്മുടെ അഞ്ജു ബോബി ജോർജ് തന്നെ പണ്ട് കേസിന് പോയതാണല്ലോ. അവരുടെ കൂട്ടത്തിൽ അന്ന് ആദൻസ് മത്സരിച്ച പലരും, അവർ 3 പേര് കേസിന് കൊടുത്തത്. ഇന്ത്യയും ഓസ്ട്രേലിയക്കാർ അവർ 3 പേര് കേസ് പോയതാണ്. അന്ന് തന്നെ മറ്റുള്ളവർക്ക് ഡോപ്പിൽ പിടിക്കപ്പെട്ടപ്പോൾ തങ്ങൾക്ക് മെഡൽ കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്താണ്. അത് എത്രയോ വർഷങ്ങൾ നീണ്ടുപോയി. ഇത് അത്രയും പോകത്തില്ല. പിന്നെ മത്സരം നിർത്തിവെക്കണമെന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കത്തില്ല. കാരണം അത് ഒളിമ്പിക്സ് പോലെയുള്ളൊരു ഇതിനകത്ത് അങ്ങനെ മത്സരം നിർത്തിവെക്കാൻ പറ്റത്തില്ല. സാധാരണ നമ്മൾ ഒക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടസ്റ്റോട് കൂടി മത്സരിക്കാനായിട്ട് അനുവദിക്കുന്ന ഒരു രീതിയുണ്ട്. ട്രാക്ക് ആൻഡ് ഫീൽഡൊക്കെ നടത്തുന്നുണ്ട്. കാരണം ഗ്രീൻ കാർഡ് കണ്ടാലും മത്സരിക്കാനായിട്ട് അത് പ്രൊട്ടസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് മത്സരിക്കാനായിട്ട് അനുവദിക്കുന്ന രീതിയുണ്ട്. ഇവിടെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. കാരണം UWWൻ്റെ നിയമം എതിരായതുകൊണ്ട്. അപ്പോൾ UWWൻ്റെ നിയമം മാറ്റിയാലേ ഇതിനകത്ത് എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുള്ളൂ. അതിനകത്ത് എങ്ങനെയാണ് അവരത് കൺസിഡർ ചെയ്യുന്ന അറിയാൻ പറ്റത്തില്ല. ഏതായാലും ഒളിമ്പിക്സിൻ്റെ നടത്തിപ്പിനെ ബാധിക്കുന്ന ഒരു തീരുമാനം ഒരിക്കലും ഇതിനകത്തൊന്നും ഉണ്ടാകത്തില്ല. അതെ, ഇപ്പോൾ ഇതില് ഇന്നലെ പ്രധാനമന്ത്രി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനോടൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ശ്രീ സനൽ പി തോമസ്, ഈ കാര്യത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്യണം എന്ന്. പക്ഷെ അപ്പോഴും അവർ അതിൽ അപ്പീലിന് പോയിട്ടില്ല. ഇതിൽ നമ്മൾ PT ഉഷ എന്ന കായിക താരത്തേക്ക് നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ IOAയുടെ ഈ കാര്യത്തിലൊക്കെ അവരെടുത്തിരിക്കുന്ന നിലപാട് എന്താണ്? താങ്കൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇതിൽ ഒരു പിന്തുണ, അല്ലെങ്കിൽ ആ തരത്തിലേക്ക് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ അങ്ങനെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്? എന്തുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല? പ്രയോജനമില്ല എന്നറിയാമായതുകൊണ്ടാണോ എന്നൊന്നും
ഈ ഘട്ടത്തിൽ നമുക്ക് വ്യക്തമല്ല. പക്ഷേ ഇതിങ്ങനെയാണോ ചെയ്യേണ്ടിയിരുന്നത്? ഇത്തരത്തിലേക്കൊരു പിന്തുണയാണോ അവർക്ക് കൊടുക്കേണ്ടിയിരുന്നത്? അതായത് പ്രധാനമന്ത്രി പി.ടി. ഉഷയോട് ശക്തമായി ഇടപെടണമെന്ന് ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ IOAയുടെ റിലീസ് പുറത്തു വന്നു. ഗഗൻ നാരംഗമിട്ടാണ് റിലീസ് പുറത്തിറക്കിയത്. അതിനകത്ത് അയോഗ്യത കൽപ്പിച്ചു, താരത്തെ ഞങ്ങൾ അറിയിച്ചു, ഞങ്ങൾ മറ്റു മത്സരങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്നാണ് റിലീസിനകത്ത് പറഞ്ഞത്. അതിനുശേഷമാണ് പ്രധാനമന്ത്രി പറയുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി പറയുന്നതിന് മുമ്പ് തന്നെ അവർ റിലീസ് ഇറക്കിക്കഴിഞ്ഞു. അവരുടെ ഭാഗം വിട്ട് അവരുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഒക്കെ തന്നെയാണ് അതിനകത്തുള്ള അനാസ്ഥ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് അല്ലെങ്കിൽ തീർച്ചയായിട്ടും IOA തന്നെ പ്രധാനമന്ത്രി പറഞ്ഞ സ്ഥിതിക്കെങ്കിലും IOA തന്നെയല്ലേ കേസിന് പോകേണ്ടത്.